ഹായ് എവ്രിവൺ, ബിസിനസ് ബസ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ udyami.org എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ സ്മോൾ സ്കെയിൽ ബിസിനസ് ഐഡിയാസ് കൊടുത്തിട്ടുള്ളതിന്റെ മലയാളം വേർഷൻസ് ആണ് നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒത്തിരി ബിസിനസ് ഐഡിയാസ് ഒരു ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മലയാളം വേർഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സീരീസിലൂടെ കാണാൻ വേണ്ടി സാധിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്കറിയാം, സംസ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നമ്മുടെ നാട്ടിൽ എല്ലാ കമ്മ്യൂണിറ്റീസും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ്. വിശ്വാസങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മളൊട്ടും പുറകിലല്ല. ഇപ്പോഴും നമ്മൾ ഒരു ദിവസം ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും മതങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉൽപ്പന്നത്തെ പറ്റി പറയാനാണ്. അത് മറ്റൊന്നല്ല, കോട്ടൺ കൊണ്ടുണ്ടാക്കുന്ന തിരികളാണ്. നമ്മുടെ നാട്ടിൽ ദീപാവലി, നവരാത്രി ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ്സിന്റെ കളിയാണ്. പണ്ടൊക്കെ കൈകൊണ്ട് തിരിച്ചിട്ടുണ്ടാക്കിയിരുന്ന തിരികളാണ് ഉപയോഗിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് അത് കോട്ടൺ വിക്കുകളാണ് ആ ഒരു സ്ഥാനം കീഴടക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബിസിനസ് സാധ്യതകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ടാവുന്ന സമയത്ത് വീടുകളിൽ മാത്രമല്ല, ഓഫീസുകളിലും ഫാക്ടറീസിലും സ്കൂൾസിലും നമ്മുടെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ പ്രാർത്ഥനാലയങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡും കൂടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ഐഡിയ ആണ്. ഏകദേശം 30-35,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു കോട്ടൺ വിക്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ പ്രോസസ്സ് നമുക്കൊന്ന് കാണാം. ഇത്തരത്തിലുള്ള സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോട്ടൺ വിത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ കോട്ടൺ എടുത്തിട്ട് രണ്ടായിട്ട് ഭാഗിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കോട്ടന്റെ മുകൾ ഭാഗം കയ്യിൽ പിടിച്ചുകൊണ്ട് മെഷീനിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്ന് ഇത്തരത്തിലുള്ള തിരികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള തിരികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർത്തിയ പോലെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല, കൈകൊണ്ടുണ്ടാക്കിയ തിരികളിനേക്കാൾ കൂടുതൽ നന്നായിട്ട് വെളിച്ചം കൂടെ നൽകാനായിട്ട് ഇത്തരത്തിലുള്ള തിരികൾക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് വേണ്ടത് കോട്ടൺ തന്നെയാണ്. നല്ല ക്വാളിറ്റിയിലുള്ള ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള തിരികൾ ഉണ്ടാക്കാനായിട്ട് നല്ല മെഡിക്കൽ കോട്ടൺ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല, ഇതിന്റെ പാക്കേജിങ്ങിനായിട്ട് നിങ്ങൾക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോക്സുകളോ അല്ലാന്നുണ്ടെങ്കിൽ പോളിത്തീൻ ബാഗോ ഉപയോഗിക്കാം. സീലിംഗ് മെഷീനും നിങ്ങൾക്ക് ഇതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഏത് ടൈപ്പിലുള്ള മെഷീനാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് വാങ്ങേണ്ടി വരിക എന്നുള്ളതും എത്രയാണ് ഇതിന് ചെലവ് വരിക എന്നുള്ളതും നോക്കാം. ഇതിനായിട്ട് പല രീതിയിലുള്ള മെഷീനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല നീളത്തിലുള്ള തിരികൾ ഉണ്ടാക്കാനായിട്ടുള്ള മെഷീൻ ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഉണ്ട്, ഡിജിറ്റൽ മെഷീൻസ് അവൈലബിൾ ആണ്. 25,000 മുതൽ 30,000 രൂപ വരെയാണ് സെമി ഓട്ടോമാറ്റിക് മെഷീന്റെ ചെലവ് വരുന്നത്. ഈ ഒരു മെഷീന് നിങ്ങൾ 8 മണിക്കൂർ ഒരു ദിവസം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 കിലോ കോട്ടൺ തിരികൾ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിന് പുറമെ നിങ്ങൾക്ക് പാക്കിങ്ങിനായിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടാവും. റേറ്റിനനുസരിച്ചിട്ടുള്ള പാക്കേജിംഗ് രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സിൽ പാക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് പോളിത്തീൻ ബാഗ്സിൽ പാക്ക് ചെയ്ത് വെക്കാം. അത് നിങ്ങളുടെ ബ്രാൻഡിങ്ങോട് കൂടിയിട്ട് സീലിംഗ് മെഷീനിൽ നമുക്ക് സീൽ ചെയ്തിട്ട് പോളിത്തീൻ കവേഴ്സിലാക്കി കൊടുക്കാം. ഇങ്ങനെ ഏകദേശം ഒരു ദിവസത്തിൽ തന്നെ 240 പാക്കറ്റുകളും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ MRP വരുന്നത് ഏകദേശം 24 രൂപയാണ്. ഇത് 2 കിലോ ഉണ്ടാക്കിയെടുക്കാനുള്ള കോസ്റ്റിംഗ് വരുന്നത് 600 രൂപയാണ്. ഇത് റീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 1,800 രൂപയാണ് നിങ്ങൾ ദിവസം ഏൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് നിങ്ങൾ ഹോൾസെയിൽ ആയിട്ടാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് 6 രൂപയ്ക്കാണ് വിൽക്കാനായിട്ട് സാധിക്കുക. ഇതിന്റെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 1,440 രൂപയാണ്. അതിനകത്തുനിന്ന് നമ്മുടെ കോസ്റ്റ് 600 രൂപ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 840 രൂപ കിട്ടും. അപ്പൊ ഇതായിരിക്കും നിങ്ങൾ ഡെയിലി ഏൺ ചെയ്യാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഒരു സെപ്പറേറ്റ് സ്പേസ് ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് ഐഡിയ ആണിത്. വീട്ടിലൊരു റൂമിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഒരു ബിസിനസ് ആണ്. കാരണം ഇതിന്റെ മെഷീന് വലിയ വലിപ്പമില്ല. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ ഈ ഒരു മെഷീൻ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾക്ക് 100 മുതൽ 200 രൂപ വരെയൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് DICയിൽ നിന്ന് ഒരു ലൈസൻസ് എടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ISO സർട്ടിഫിക്കേഷനും എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു 30-35,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരംഭിക്കാവുന്ന ഒരു ബിസിനസ് ആണിത്.